പക്ഷെ വൈകിട്ടൊക്കെ ചിലപ്പം എനിക്ക് ചില ബിസ്ക്കറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്. അത് ഞാൻ കഴിക്കും. ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല. കഴിക്കുന്ന നല്ലതല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിശക്കുമ്പോ പോയി നട്ട്സ് എടുത്ത് കഴിക്കാന്ന് പറയും. അല്ലെങ്കിൽ മട്ടൺ ഉണ്ടല്ലോ, ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്ത് കഴിക്കാൻ പറയും. അപ്പൊ അതെനിക്ക് പറ്റാത്തോണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിപ്പോ എനിക്ക് വിശക്കുകയില്ല ആ സമയത്ത്. വർഷത്തെ പ്രണയം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ ചതിക്കായിരുന്നു. വെൽക്കം ബാക്ക്. ജയപ്രകാശ് ആൻഡ് രശ്മി, ഈ രണ്ടാളുകളെ നിങ്ങൾ എത്ര പേർക്ക് അറിയുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കുറെ നാളുകൾക്ക് മുന്നേ ഈ രണ്ടാളുകളും വയസ്സം കാലത്ത് വിവാഹം കഴിച്ചതിനെ തുടർന്നിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിന്നേക്കുന്ന രണ്ടാളുകൾ തന്നെയാണ്. അപ്പം മക്കൾ തന്നെയാണ് ഇവരുടെ കല്യാണം കഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പം ഇവരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് 2 വീഡിയോ ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഞങ്ങൾ അയൽക്കാരാണ്. കൊല്ലത്ത് മുണ്ടക്കൽ, നമ്മുടെ വീട് അടുത്ത് തന്നെയാണ്. ഒരു 40 വർഷം മുമ്പേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇഷ്ടം എന്തുകൊണ്ടോ നടന്നില്ല. അതിങ്ങനെ പോയി. ഞങ്ങൾ രണ്ടും 2 വഴിക്കായി. ഇപ്പം രണ്ടുപേരും ഒറ്റയ്ക്കായപ്പോ വീണ്ടും ഒന്നിച്ചു. മക്കളും 2 മക്കൾ, അവിടുത്തെ മക്കളും ഇവിടുത്തെ മക്കളും എല്ലാം മരുമക്കളും എല്ലാം എന്തോ 2 ആൺമക്കളാണ് അദ്ദേഹത്തിന്. എനിക്ക് 2 പെൺകുട്ടികളാണ്. വരുമാനമുണ്ട്, ഒരു വരുമാനമുണ്ട്. അവരെല്ലാം സപ്പോർട്ട് തന്നെയാണ്. അവരുടെ സപ്പോർട്ടാണ് ഇവിടെ എത്തിച്ചത്. അതെ അതെ, 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. ഈ 40 വർഷത്തെ കാത്തിരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തൊക്കെ കുറെ കമന്റ് ബോക്സിലൊക്കെ വന്നേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, അപ്പൊ 40 വർഷത്തെ പ്രണയം എന്ന് പറയുമ്പോൾ തന്റെ പാർട്ട്ണറിനെ 2 ആളുകളും ചീറ്റ് ചെയ്യായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു. അതിനൊരു ക്ലാരിഫിക്കേഷൻ കൂടി അന്ന് അവർ പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. എന്താണ് ഈ ഒരു സമയത്ത് വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നതിനുള്ള ഒരു ഫസ്റ്റ് ഒരു തോട്ട് വരുമല്ലോ, അത് എവിടുന്നായിരുന്നു? അങ്ങനെ ഒരു ഒറ്റപ്പെടലിന്റെ ഒരു ഇത് വന്നപ്പോ ഇതിനെപ്പറ്റി ആലോചിച്ച് നല്ലൊരു സാഹചര്യം ഒത്തു വന്നു, ആള് ഒത്തു വന്നപ്പോ മക്കളെല്ലാം സപ്പോർട്ടീവ് ആയിരുന്നു. അവരും ഒരു ഗ്രീൻ സിഗ്നൽ കാണിച്ചു. അവിടെയും മക്കളുടെ ഒരു ഗ്രീൻ സിഗ്നൽ കാണിച്ചു. അന്നേരം പിന്നെ ഇത് നമുക്ക് നേരത്തെ അറിയാവുന്നവര്, ഫാമിലിയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് അറിയുന്നവര്, അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പുതിയൊരാളെ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിൽ നിന്ന് സേഫ് ആയിട്ടൊരു ഇതാണ് തോന്നുന്നു. തുടക്കം ചെക്കന്മാരെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇദ്ദേഹം അറിയാവുന്ന ആളായിരുന്നു. കുറെ കാലമായിട്ട് വീട്ടിൽ സ്ഥലത്തില്ലായിരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു അറിവില്ല. ഞങ്ങൾ 2 പേർക്കും 2 ഫാമിലി ഉണ്ടായി. അതിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാ പാർട്ട്നേഴ്സിനെ ഞങ്ങൾക്ക് 2 പേർക്കും നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഒറ്റയ്ക്കായി ജീവിതം. ഏട്ടനും അതുപോലെ തന്നെ 5 വർഷമായിട്ട് ഒറ്റയ്ക്കാണ്. ഞാൻ 10 വർഷമായിട്ട് ഒറ്റയ്ക്കാണ്. അങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടേതായ തിരക്കും. അവരൊക്കെ വളരെ ലവിങ് ആണ്, കെയറിങ് ആണ്. പക്ഷെ എന്നാലും നമുക്കൊരു സ്പേസ് അവിടെ ഒഴിഞ്ഞു കിടക്കല്ലേ. അങ്ങനെ വന്നപ്പോ എല്ലാം അവിചാരിതമായിട്ട് സംഭവിച്ചതാ. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ ഒരു തീരുമാനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവരെ പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കാണല്ലോ. വയസ്സം കാലത്ത് ഈ 2 ആളുകളുടെയും പാർട്ട്നേഴ്സ് മരണപ്പെട്ടതിന് ശേഷം ഒറ്റപ്പെട്ടുള്ള ആ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കും ഇവർക്ക് ഒരു തുണ വേണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ 2 ആളുകൾക്കും വർഷങ്ങൾക്ക്, ഇത്രയും 40 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആ ഒരു ഇഷ്ടം ആ ഒരു ജയപ്രകാശ് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നതായിട്ടും, അപ്പൊ അങ്ങനെ ഈ ഒരു വർഷങ്ങൾക്ക് ഇപ്പുറം അവർക്ക് ഒന്നിക്കാൻ പറ്റുക പറഞ്ഞാൽ ഞാനതൊക്കെ ഒരു പ്രണയത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് കാണുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളിക്കാരിയുടെ മകൾ ഒരു ഹോം ടൂർ ഇവരുടെ വീട്ടിൽ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാനെ കൊണ്ടൊരു കാരണമായിട്ടുള്ളത്. എന്നാണെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മളിപ്പോ പറഞ്ഞു വന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിപ്പോ 3-4 മാസമായി അല്ലേ. അപ്പൊ അതുപോട്ടെ, നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ Q&Aയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണ് ഒരു ദിവസത്തേന്ന്. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ടങ്കിൾ അങ്ങ് വളരെ സുന്ദരനായി, ഭയങ്കര സെറ്റ് ആയിരുന്നു, പക്ഷെ അന്ന് ഞങ്ങളുടെ ക്ഷീണിച്ചു പോയി, അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? അമ്മ വാട്ട് ഹാപ്പൻ, എന്താ അങ്ങനെ ചെയ്തത്? സ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഡേയിലുള്ള ലുക്കിലുള്ള സംഭവം എന്നൊക്കെയാണെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്കിപ്പോ പറയാം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണ്. രാവിലെ എന്ത് കഴിക്കും, ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുമോ, രാത്രി എന്തെങ്കിലും കഴിക്കുമോ, അതാണ് ഇന്ന് പറയുന്നത്. എന്തായാലും കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റിൽ പറഞ്ഞായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറഞ്ഞു, മുട്ട വെറൈറ്റി മുട്ട സാധനം, പിന്നെ ഗീല് വെറുതെ റോസ്റ്റ് ചെയ്ത് എന്നിട്ട് പെപ്പറും സോൾട്ട് മാത്രം ഇടും. ഇങ്ങനെയാണ് ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഒന്നുമില്ല. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും വാൾനട്ട്സും ഇടും. അത് ഒരുപാടില്ല, കുറച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിടും. അതിങ്ങനെ എന്നും കഴിച്ചോണ്ടിരുമ്പോ എനിക്കങ്ങ് വല്ലാതെ എനിക്ക് ഇഷ്ടക്കേട് പോലെ തോന്നി. അപ്പൊ ഞാൻ അതിന്റെ ഇപ്പം കുറച്ച് അണിയനൊക്കെ ഇടാറുണ്ട്. ചിലപ്പോ ഞാൻ സോസൊന്നും വാങ്ങിച്ചു തരില്ല. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ്, കാരണം എനിക്ക് ബോയിൽ ചെയ്ത് എഗ് ഇത് മാത്രമാകുമ്പോ എനിക്കൊരു വല്ലാതെ തോന്നി. ശീലമില്ലല്ലോ. ഇവിടുന്നാണ് സംഭവം അങ്ങോട്ട് കത്തിക്കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്തിലെ കമന്റ് ബോക്സ് നമുക്കൊന്ന് നോക്കാം. വിധി തട്ടിമാറ്റിയ അതേ കാര്യത്തെ ഏണി വെച്ച് പിടിച്ച് പുലിവാലായ പാവമമ്മ ആവശ്യമില്ലാത്ത തലവേദന എടുത്ത് ഈ പ്രായത്തിൽ തലയിൽ വെച്ചു സുഖമായ ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ച് മക്കളോടൊപ്പം ജീവിക്കാതെ ഈ കൊച്ചു കിളവന് പണി കൊടുത്തതാ. നേരിട്ട് ചീത്ത വിളിക്കുകയും വേണ്ട, വ്യൂവേഴ്സ് കൊടുത്തോളും.
കിച്ചൺ ഭംഗിയിൽ വെക്കാൻ ഒരു വിഷമവുമില്ല, മുഴുവൻ പട്ടിണിയാണ്, പിന്നെ എന്ത് കിച്ചൺ ഭംഗി കുറെ വരാനാണ്. സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ എല്ലാ ഇഷ്ടങ്ങളും മാറി, ചേച്ചി വേറെ ഒരു ജീവിതം, കഷ്ടം. മക്കൾ നോക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കെട്ടാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കുന്നു, ജിമ്മിൽ പോകുന്നു, മക്കളുടെ കൂടെ സന്തോഷം. 60കളിൽ പെട്ടുപോയി മോളെ, എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. പാവം അമ്മ, അയ്യോ പാവം, ഈ വയസ്സുകാലത്ത് ഒരു കല്യാണം കഴിച്ചൊടുവിൽ പട്ടിണി കിടക്കേണ്ട ഗതിയായി, എന്തെങ്കിലും ചേട്ടാ വാങ്ങിച്ചു കൊടുക്കുക. അപ്പച്ചൻ ആള് പിശുക്കനാണെന്ന് തോന്നുന്നു, മക്കൾ വലിയ തലവേദനയായി കാണും, അതാ പിടിച്ച് കെട്ടിച്ചത്. അമ്മച്ചി വയസ്സുകാലത്ത് വയ്യാവേലി എടുത്ത് വെച്ചും പോയി. അമ്മയുടെ ഫ്രീഡം 100% പോയി, അവരെ കാണുമ്പോൾ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആണ് പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിരവധി കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സംഭവം പുള്ളി പറയുന്ന ഒരു ഡയറ്റ് പ്ലാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് പുള്ളിക്കാരിക്ക് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. അതാണ് പറയുന്നത്. നമുക്ക് എന്താണെങ്കിലും ബാക്കി പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം. ഞാൻ പിന്നെ പറഞ്ഞപ്പോ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്ന്, അപ്പൊ അതിന് ഇടയ്ക്ക് അത് ചെയ്യും. പിന്നെ ഇപ്പം ചെറിയ സവാളയല്ല, ചെറിയ ഉള്ളിയും ഇച്ചിരി പച്ചമുളകും ഒക്കെ ഇട്ട് ഓംലെറ്റ് പോലെ ആക്കി, അതും ഗീല ചെയ്യുന്നത്. നമ്മൾ സാധാരണ മനുഷ്യർ കഴിക്കുന്ന പോലെ സാധാരണ കുറച്ച് നട്ട്സ് കൂടി ഇടുവന്നേ ഉള്ളൂ, നട്ട്സും വാൾനട്ട്സും. എന്നിട്ട് അവിടെ അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, വേറെ ഒന്നുമില്ല. ഇല്ല. ഉച്ചക്ക് മട്ടൺ, ചിക്കൻ മാത്രമേ ഉള്ളൂ. ചോറ് വെക്കുന്ന ഒരു കാപ്സ് ഇല്ല, ചോറ് വെക്കാറേ ഇല്ല. അപ്പം പിന്നെ മട്ടണും ചിക്കനും ഒക്കെ സാധാരണ ഏട്ടൻ കഴിച്ചോണ്ടിരുന്നെന്ന് വെച്ചാൽ ബോയിൽ ചെയ്തിട്ട് ഗീല് സോട്ട് ചെയ്ത് പിന്നെ പെപ്പറും സോൾട്ട് മാത്രം ഇട്ടാ കഴിച്ചോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഞാൻ വന്നതിന് ശേഷം ഞാൻ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ പിന്നെ ഒരു റോസ്റ്റ് കുറുമ പോലൊക്കെ ഉണ്ടാക്കും. അത് പക്ഷെ ഒരുപാട് വെള്ളമായിട്ടല്ല, ഒരു സെമി ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പം അത് കഴിക്കും. പിന്നെ ഞാൻ ഒരു ചപ്പാത്തിയോ ഒരു ദോശയോ എല്ലാം ഞാൻ കഴിക്കും എന്റെ കൂടെ. അങ്ങനെ ഇത് മാത്രം കഴിക്കണേ. പിന്നെ ചിലപ്പോ വല്ല ഒരു ചപ്പാത്തി കഴിക്കും, അല്ലാതെ ക്വാണ്ടിറ്റി കൂടുതൽ മട്ടൺ ചിക്കൻ മീറ്റാണ് അവിടെ കഴിക്കുന്നത്. വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല. അയ്യോ അത് പിന്നെ സ്നാക്സ് ഞാൻ ഒരുപാട് മധുരം ഒന്നും കഴിക്കില്ലായിരുന്നു. പക്ഷെ വൈകിട്ടൊക്കെ ചിലപ്പം എനിക്ക് ചില ബിസ്ക്കറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്, അത് ഞാൻ കഴിക്കുന്നത്. ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, കഴിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിശക്കുമ്പോ പോയി നട്ട്സ് എടുത്ത് കഴിക്കുന്നു പറയും, അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്താ വെക്കുന്ന വാൾനട്ട്സ് നട്ട്സ് വെക്കും. അപ്പൊ അതെടുത്ത് അതിപ്പം കഴിച്ച് ഇത് ഒരുമാതിരി എന്നും രാവിലെ ഇങ്ങനെ ചെയ്യും. അപ്പൊ പിന്നെ പറയാം, അല്ലെങ്കിൽ മട്ടൺ ഉണ്ടല്ലോ, ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്ത് കഴിക്കാൻ പറയും. അപ്പൊ അതെനിക്ക് പറ്റാത്തോണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിപ്പോ എനിക്ക് വിശക്കില്ല ആ സമയത്ത്. അഡ്ജസ്റ്റ് ചെയ്ത് വിശപ്പേ ഇല്ലാത്തൊരു ഇതാണെന്ന് പറയുമ്പോഴേക്കും അത് ഇച്ചിരി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അദ്ദേഹം ഒരു നല്ലൊരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പുള്ളി അവിടെ അങ്ങനെ ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പക്ഷെ പുള്ളിക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ടെന്ന് വെച്ചിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ആളുടെ ബോഡി വെയിറ്റും അതിനൊക്കെ അനുസരിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ ഇതേ രീതിയിൽ വർക്കാണെന്നുള്ളത് നിർബന്ധമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും വെജിറ്റബിൾസ് വേണ്ട, ഫ്രൂട്ട്സ് വേണ്ട എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ലോജിക്കാണ് എനിക്ക് അന്നേരം മനസ്സിലാകുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അപ്പം ഈ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞേ. പിന്നെ ഇതിനകത്ത് നമ്മൾ വിശപ്പ് പോലും പോയി ഇനിയിപ്പോൾ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി സൂക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. കുറേ നാളുകൾക്ക് മുന്നേ കണ്ണൂരുള്ള ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കിയിട്ടൊരു ഡയറ്റ് പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ദാരുണമായിട്ടൊരു അന്ത്യമായിരുന്നു. ഡയറ്റ് പാളി യുവതിക്ക് ദാരുണാന്ത്യം, യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ച 18-കാരിക്ക് ദാരുണാന്ത്യം. ഇത് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഡയറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുക്കുമ്പോൾ അദ്ദേഹം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. പുള്ളി ആ മൈൻഡ് സെറ്റിൽ തന്നെ ആയിരിക്കും പുള്ളിക്കാരിയും കുറേ കാലം കൂടെ പുള്ളിക്കാരനെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അദ്ദേഹം ആ രീതിയിൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അത് ചൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അടിച്ചേൽപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് അതോടൊന്ന് കേൾക്കാം. ചായ കാപ്പി ഒന്നും കുടിക്കുന്ന ആളല്ല, പാലും കുടിക്കില്ല. പിന്നെ ചിലപ്പോ വല്ല ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോ എന്തെങ്കിലും വന്ന് നട്ട്സോ വല്ലതും എടുത്ത് കഴിക്കുന്നതാണ്. പിന്നെ അത് എനിക്ക് വിശക്കും. നിങ്ങളുടെ മീൽ ഉച്ചയ്ക്ക് കഴിയും. പക്ഷെ എനിക്ക് അത്രയും ക്വാണ്ടിറ്റി മീറ്റ് ഞാൻ കഴിക്കില്ല. ചിക്കനും മട്ടനും ഒന്നും ഞാൻ അത്രയും കഴിക്കാത്തതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് വിശക്കുമായിരുന്നു. അപ്പം വിശക്കുന്നുണ്ടോന്നൊന്നും അവിടെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ രാത്രിയിൽ എന്താ കഴിക്കുന്നതെന്ന് ചോദിക്കുകയില്ല. അപ്പൊ ഞാൻ എനിക്ക് ഫ്രൂട്ട്സ് വേണമായിരുന്നു. ഫ്രൂട്ട്സും ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ മോൻ പറഞ്ഞ ഡയറ്റ് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. രോഹിത് ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ്. അപ്പൊ രോഹിത് പറഞ്ഞ ഡയറ്റ് ഇപ്പൊ 2.5 വർഷമായിട്ട് അങ്കിൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്കിളിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ്. അത് ബോഡി ഹെൽത്തി ആവുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ബോഡി മെറ്റബോളിസം എല്ലാം സ്റ്റേബിൾ ആണ്. അപ്പൊ മോൻ പറയുന്ന അതേ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അതെന്ന് പറയും. അപ്പൊ മോന് ഫ്രൂട്ട്സ് പറയുന്നില്ല. ഫ്രൂട്ട്സ് ഞങ്ങൾ ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഞങ്ങൾ അമ്മ അങ്ങനെയാ വളർത്തിയേ.
വല്ലാതെ തിരിക്കാൻ പറ്റും. നല്ലവർക്ക് തിന്നാൻ മേടിച്ചു കൊടുക്കണം. സിസ്റ്റർ പോയി കേട്ടോ, അപ്പൊ അതിന് മുന്നേ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ടാ പോയത്. ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ ഫ്രൂട്ട്സും അല്ല, എനിക്ക് അറിയാമല്ല. എനിക്ക് ഓറഞ്ച് മാംഗോ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ചക്ക ഭയങ്കര ഇഷ്ടം. ചക്ക നമുക്ക് ഈ ഓഫ് സീസൺ ആവുന്ന സമയത്ത് ലുലുലൊക്കെ പോകുമ്പോ ഫ്രോസൺ ചക്ക കിട്ടുമല്ലോ. അത് ശരിക്കും നല്ല പ്രൈസുമാണ്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ലുലുവിൽ ഇപ്പൊ മോളെ അമ്മയുടെ ചക്ക മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഫ്രോസൺ ചക്ക വരെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ചക്ക സീസൺ ആയിട്ട് പോലും ചക്ക കിട്ടിയില്ലല്ലോ. വല്ലാത്തൊരു ജീവിതമാണ്. ആവശ്യത്തിന് കഴിച്ചു. ചക്ക കഴിച്ചു. തായ്ലൻഡിൽ പോയിട്ട് ചക്ക കഴിച്ചില്ലേ? തായ്ലൻഡിൽ ചെന്നപ്പം ഫ്രൂട്ട്സ് തായ്ലൻഡിലെ ഒരു ഭയങ്കര ഒരു എക്സ്ക്ലൂസീവ് ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് മാത്രമാണ്. അപ്പൊ അവിടുന്ന് എല്ലാ ഫ്രൂട്ട്സും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭയങ്കര ജ്യൂസിയും സ്വീറ്റും ആയിട്ടുള്ള ഫ്രൂട്ട്സ്. മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്, അവിടുത്തെ വൈറ്റ് ഡ്രാഗനും ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഇത് മാങ്ങ, ചക്ക, പിന്നെ വേറെ എന്തോ നമ്മൾ കഴിച്ച ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. ശരിയാ, ചക്ക മാങ്ങ തേങ്ങയെല്ലാം കഴിച്ചു. പിന്നെ അവിടുത്തെ ഒരു വെറൈറ്റി മറ്റേ സ്റ്റിക്കി റൈസോ മാംഗോ ചിക്കൻ റൈസ് അല്ല, ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ അവിടെ. അതെ. മറ്റേ ഇല്ല ഒരു സ്മെല്ല്, വൃത്തിയുടെ സ്മെല്ലുള്ളത്. അത് കഴിച്ചില്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ്. അങ്ങനെ അവിടെ വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. ഡുറിയൻ. ഡോറിയൻ ഫ്രൂട്ട്. അത് കഴിച്ചില്ല. ഹോട്ടലിൽ കയറ്റത്തില്ല, ഒരു വല്ലാത്ത സ്മെല്ലാണ് പറയുന്നത്. പിന്നെ അപ്പൊ രാത്രി വേറെ രാത്രി ഫുഡില്ല. പിന്നെ ഉച്ചയ്ക്ക് ഏട്ടൻ നല്ല 6 മണി അല്ലെ 7 മണിക്ക് മുമ്പ് കഴിക്കും. അപ്പൊ ഒരു കീറ്റോയും ഒരു ഇന്റർമീഡിയറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടില്ല ഒരു ഇന്റർമീഡിയറ്റ്. ഞാൻ നേരത്തെയും രാത്രി ഫുഡ് കഴിക്കാറില്ല. 6 മണിയാകുമ്പോഴേ എന്തായാലും അത് ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുമായിരുന്നു. പപ്പായ, പഴം ഒക്കെ കഴിക്കുമായിരുന്നു. ഈത്തപ്പഴം, പഴം ഒക്കെ കഴിക്കുന്നത്. ചില ദിവസത്തെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൂട്ട്സ് ആയിരുന്നു അല്ലെ, പപ്പായ ഒക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് കുറച്ച് ചോറൊക്കെ കഴിക്കുന്ന ഒരാളും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇപ്പൊ എന്താണെങ്കിലും ഹെൽത്തി നമുക്കിപ്പോ കാണുമ്പോ കുറച്ച് kgs കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആള് ഹെൽത്തിയാണ് കേട്ടോ. ഇപ്പൊ ഓടിച്ചാടി നടക്കുന്നുണ്ട്. മറ്റേത് എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുന്നൊന്നും പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വേദനകളൊന്നും ഇല്ല അല്ലെ? പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവന് അങ്ങനെയേ അങ്ങോട്ട് പോട്ടെ, അതാണ് നമുക്ക് നല്ലത്. ഇതുവരെ കമന്റിനകത്ത് പറഞ്ഞ പോലെ പുള്ളിക്കാരി വന്നിട്ട് മകള് വന്നിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ട് 2 വർത്താനം പറയണമെന്നുണ്ട്, എന്നോട്ട് പറയാനും പറ്റില്ല. അതാകുമ്പോൾ ഓഡിയൻസിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാരെ വന്നിട്ട് 2 വർത്താനം പറഞ്ഞല്ലോ. എന്തോ നിങ്ങൾ ഈ കാരണവരെ നിങ്ങൾ ഈ കാണിക്കണം, ഇങ്ങനെയൊക്കെയാണോ ഫുഡിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യണമെന്നുള്ള പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണോ നമുക്കറിയത്തില്ല. എന്താണെങ്കിലും പുള്ളിക്കാരി ഇത്രയും നാളും ജീവിച്ചു വന്ന ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ലൈഫാണ് അദ്ദേഹത്തിനൊപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി കുറേ കാലം കൂടി പുള്ളിക്കാരനെ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിൻ്റെ അൾട്ടിമേറ്റ് എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആ ഒരു നല്ലത് പോസിറ്റീവായിട്ട് ചെയ്യാനായിരിക്കും ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബോഡി വെയിറ്റ് കാര്യങ്ങളൊന്നും അല്ലല്ലോ പുള്ളിക്കാരിക്ക്. അപ്പോൾ അത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് പ്രോപ്പറായിട്ടൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പം ഇങ്ങനെയുള്ളപ്പം ഈ വയസ്സാം കാലത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ പ്രായത്തിൽ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഏത് പ്രായത്തിലാണ് ഇനി കഴിക്കാൻ പോകുന്നത്? ഇനി എന്താണെങ്കിലും പ്രായം അയക്കുന്ന 2 ആളുകളാണ്. ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മക്കളുടെ ഒപ്പം ജീവിക്കുന്ന സമയത്തേക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. എന്നാൽ ഇവിടെ പച്ചക്കറി വെജിറ്റബിൾസ് പോലും വേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്കൊക്കെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് പറയുമ്പോൾ അന്നത്തെ ആ ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ ഒരു പരീക്ഷണം എടുക്കാൻ നമുക്ക് സമയമില്ല. നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കുക, ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കമ്പാനിയൻഷിപ്പിനല്ലേ, ഒരു കൂട്ട്. എന്തിനും സങ്കടത്തിലായാലും സന്തോഷത്തിനായാലും ഒരു കൂട്ട്. അപ്പൊ അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അവസാന സമയം നമ്മുടെ ജീവിത പകുതിയോളം കഴിഞ്ഞില്ലേ. അപ്പൊ ഇനി അതൊരു റിസ്ക് ആവരുതല്ല. ഇപ്പൊ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആ, ദൈവം ഇങ്ങനെ നിലനിർത്തിയാൽ മതി. അതുപോലെ തന്നെ ഇപ്പോഴും പുള്ളിക്കാരി എങ്ങനെ സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളത് വിചാരിക്കണം. പക്ഷേ ഇഷ്ടമുള്ള ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുള്ളൊരു ഡയറ്റ് പ്ലാൻ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പിന്നെ പ്രോപ്പറായിട്ടൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ഞാൻ പറയുന്നത് ഈ പ്രായത്തിലും ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പല ആൾക്കാരും ഇത്തരത്തിൽ വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഡയറ്റ് പ്ലാൻ ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. മക്കളെ സൂക്ഷിക്കണം, പേടിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. പ്രോപ്പറായിട്ടുള്ളൊരു രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണെന്ന് അറിയത്തില്ല പണി കിട്ടുന്നത്. ഭയങ്കര ഭീകരമായിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ എടുക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അതിനൊക്കെ ശേഷം അവർക്ക് അനുഭവിക്കുന്ന ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ
നമ്മൾ ചെയ്യുന്ന ഹെൽത്ത് പരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഓപ്പോസിറ്റ് ഒരാളോട്ട് അടിച്ചേൽപ്പിക്കാനെ കൊണ്ട് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഇപ്പം ഏതെങ്കിലും ഒരു ഗുളിക കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അലർജിയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ലായിരിക്കും. എന്നാൽ തൊട്ടപ്പുറത്തെ ഒരാൾക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഡോക്ടറിനെ പോയി കണ്ട എനിക്കും സെയിം ഇഷ്യൂ ആണ്, നീ ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇത് അലർജി ഉള്ളതായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു മരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സാധനം അല്ലേ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതേപോലൊരു കാര്യമാണ് ഇവിടുത്തെ ഈ ഒരു കാര്യത്തിൽ, ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിലാണെങ്കിലും ഡയറ്റിൻ്റെ കാര്യത്തിൽ പുള്ളിക്ക് ചെയ്യുന്ന അതേപോലെയുള്ള ഒരു സാധനം പുള്ളിക്കാരിക്ക് പറ്റിയെന്നുള്ളത് വരുത്തില്ല. മാത്രമല്ല പുള്ളിക്കാരിക്ക് മറ്റ് ഇത്രയും നാളുമുള്ള പോലെ തന്നെ ആ ഒരു ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലിപ്പോൾ ഇത് കഴിയുന്നുമില്ല. എന്നാണെങ്കിലും ഒരിക്കലും ഇപ്പോൾ പറയുന്ന ഞാൻ പണ്ടും പല വീഡിയോസിനകത്ത് പറയുന്നത് നമ്മുടെ മതം വിശ്വാസങ്ങളൊക്കെ മറ്റൊരാളുടെ അടിച്ചേൽപ്പിക്കുന്ന പോലെ തന്നെ മറ്റൊരു സാധനമാണ് ഈ ഹെൽത്ത് പരമായിട്ടുള്ള ഇത്തരം സാധനങ്ങൾ മറ്റൊരാളുടെ അടിച്ചേൽപ്പിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. അവരുടെ ഇഷ്ടമാണ് ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.